കോണുകളിലും മനുഷ്യന്മാരിരുന്ന് നന്മയും തിന്മയും ചെയ്യുന്നില്ലേ? അവരെ ഒക്കെ കുറിച്ച് എഴുതാൻ ഈ മലക്കിന് പറ്റണ്ട. ഇതൊക്കെ ആരോടാണ് ഇവര് പറയുന്നത്? എന്നിട്ട് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആളുകളോടൊക്കെ അവനൊരു നന്മ ചെയ്തല്ലേ? ഇവൻ 3 കാഫിറുകളെ കൊന്നിട്ടുണ്ട്. സൂപ്പർ. ഇവൻ 30 പേരെ കൊന്നിട്ടുണ്ട്. പിന്നെ കയ്യടി നിൽക്കുന്നേ ഇല്ല. പടച്ചോന് സന്തോഷം സന്തോഷം സന്തോഷം. എത്ര സമയം എടുക്കുന്നു ഇത്രയും ജനങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ? പടച്ചോന് അറിയില്ലേ? ഇപ്പോ എന്നെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തുമ്പോ എല്ലാം അറിയുന്ന പടച്ചോൻ ഈ മലക്ക് പറഞ്ഞു കൊടുക്കണോ? എസൻസിന്റെ വേദിയിൽ ചെന്നിട്ട് ജാമിദ ഇങ്ങനെ പറഞ്ഞു, KLF-ന്റെ വേദിയിൽ ചെന്നിട്ട് ജാമിദ ഇങ്ങനെ പറഞ്ഞു, യുക്തിവാദി വേദിയിൽ ചെന്നിട്ട് ഇങ്ങനെ പടച്ചോൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? മലക്ക് പടച്ചോൻ അറിയില്ല? അദൃശ്യജ്ഞാനിയല്ലേ പടച്ചോൻ? എന്നെ കാണുമ്പോൾ തന്നെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എക്സ്റേ സ്കാനിൽ തെളിയുന്നത് പോലെ പടച്ചോന്റെ മനസ്സിന് ഇങ്ങനെ തെളിഞ്ഞ് വരണ്ടേ? പക്ഷെ വരില്ല. എന്നിട്ട് ഈ മലക്ക് ഇങ്ങനെ വായിക്കും. വേറൊരു മലക്കുണ്ട് അവിടെ ചാട്ടവാറും കൊണ്ട് അടിക്കാൻ. ഖബറിൽ വരുന്ന 2 മലക്കുണ്ട്, മുൻകർ നക്കീർ. ഓരോന്നും ചോദിക്കും, ചാട്ടവാറിന് അടിയാ ചെയ്യോടാ ഇനി മേല ഡാഷിന്റെ മോനെ ചെയ്തറോ നീ അങ്ങനെ? ഒറ്റയിടി കണ്ണുകൂട്ടി ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ മുൻകർ നക്കീർ 2 മലക്കുണ്ട്. നക്കീർ ഇങ്ങനെ തട്ടി വിളിക്കും, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വിളിക്കും, പിന്നെയും എഴുന്നേക്കും. അടുത്ത അടി, വീണ്ടും ബോധം കിട്ടും. അടുത്ത അടി, അടുത്ത ഒരു കമ്പിപ്പാര എടുത്ത് തലയ്ക്കൊരു ഒറ്റയടി, ഇവൻ ചത്തു. പിന്നെയും അള്ളാഹു പറയും കുൻ, അപ്പൊ അവൻ ഉണ്ടാകും. വീണ്ടും അടുത്ത ചോദ്യവും അടി. ഇങ്ങനെയായി ഖബറിലെ ലോക്കപ്പ് മർദ്ദനം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിയിൽ വരുന്നത്. ശിക്ഷയൊക്കെ കഴിഞ്ഞു. നമ്മൾ ചെയ്ത നല്ലതും ചിത്തയൊക്കെ ഇങ്ങനെ നോക്കും. അള്ളാഹു ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കും. എന്നിട്ട് അള്ളാഹു ഒരു പാസ് കൊടുക്കും. സ്വർഗത്തിലാണ്, ഇവൻ നരകത്തിലാണ്. ജാമിദായൊക്കെ ഇടുമ്പോ നരകത്തിന്റെ അടിത്തട്ടിൽ ഇട്ടേക്കണേ, കിടന്ന് എരിഞ്ഞോട്ടന്നേ. ശരി, അടിത്തട്ടിലായിരിക്കും കൂടുതൽ വേവ്. ഓക്കെ, എരിയുന്നെങ്കിൽ എരിയട്ടെ, പിന്നെ അല്ലാതെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്നിട്ട് അള്ളാഹു നോക്കും. അല്ല, ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവന്മാർ ഇതിനകത്തുണ്ടോ? അപ്പോ ഈ മുൻകർ നക്കീർ പറയും, പടച്ചോനെ ജാമിദ ആരും പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ, പ്രാർത്ഥിച്ചിട്ടുള്ള കാലത്തൊക്കെ നിന്നോട് മാത്രമേ പ്രാർത്ഥിച്ചു. അടിത്തട്ടി നിങ്ങൾ വലിച്ചൂരിയെടുക്കും, ഇവിടെ നിർത്ത്. നീ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്നാ നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ഇല്ല പടച്ചോനെ, ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല, എനിക്ക് സ്വർഗം വേണ്ട, പ്ലീസ്. ഇല്ല, നീ സ്വർഗത്തിലേക്ക് പോയാൽ മതി. അപ്പോ കുറച്ച് മലക്കുകൾ അവിടെ നിന്നിട്ട് എന്നെ സ്വർഗത്തിലേക്ക് വലിക്കും, എന്റെ മലക്കുകൾ കുറച്ച് നിന്നിട്ട് നരകത്തിലേക്ക് വലിക്കും. ഇവര് 2 പേരും വലിക്കുമ്പോൾ അള്ളാഹു വിചാരിക്കും കുൻ കുൻ, 2 എണ്ണം ഉണ്ടാവട്ടെ, ഒരു പകുതി അങ്ങോട്ടും ഒരു പകുതി ഇങ്ങോട്ടും. ഇതൊക്കെ എന്തോന്നടി? ഒന്നും പറയണ്ട. ഇനിയും നരകത്തിലെത്തി ഞാൻ കാണുന്നത് യേശുദാസിനെ. ദാസേട്ടാ ഒരു പാട്ട്. ശരി, അത് കഴിഞ്ഞിട്ട് കാണുന്നത് താലിബാനികൾ കൊണ്ടുപോയി അടിച്ചും ഇടിച്ചും കഴുത്തറുത്ത് കൊന്ന് കെട്ടിത്തൂക്കി ഒരു കൊമേഡിയനെ. എനിക്ക് ഭാഷയൊന്നും തിരത്തില്ല, എന്നാലും നിങ്ങൾ കോമഡി കാണിച്ചു, എനിക്ക് മനസ്സിലാകും, ആസ്വദിക്കാൻ പറ്റും. ശരി, KS ചിത്ര വിഗ്രഹത്തെ ആരാധിച്ചതിന്റെ പേരിലാണ് നരകത്തിൽ വന്നത്. ഒരു പാട്ട് പാടി ചിത്ര ചേച്ചി. ശരി, അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കലാഭൂമണി ഉണ്ട് നരകത്തിൻ്റെ അകത്ത് കിടന്നെരിയുന്നു. അണിച്ചേട്ടാ ഒരു നാടാൻ പാട്ട് പ്ലീസ്. സ്വർഗത്തിൽ പോയ എൻ്റെ പകുതി. 72 മാറിടം തൊടുത്ത പെണ്ണുങ്ങൾ വരുന്നു. ഇവളുമാരൊന്നും ഇട്ടിട്ടുമില്ല, എനിക്കൊന്നും ഇട്ട് തോന്നുന്നുമില്ല. അപ്പൊ അവളുമാര് പറഞ്ഞു, എന്നാ പിന്നെ കള്ളിന്റെ പുഴയുണ്ട്, നമുക്ക് ചാടിയാലും. ഞാൻ കള്ളൊന്നും കുടിക്കത്തില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്നാൽ പൊരിച്ച മീനിന്റെ കരളും കെട്ടിത്തിരേ, ഞാൻ വെജിറ്റേറിയനാ, എനിക്ക് മീനൊന്നും വേണ്ട. തേന് ഞാൻ മധുരം അല്ലെങ്കിലും ഉപയോഗിക്കില്ല. അപ്പം ചായ പോലും ഞാൻ വിത്തൗട്ട് ചായ കുടിക്കുന്നത്. പിന്നെ നമുക്ക് പട്ട് മെത്തയിലൊന്ന് കിടന്നാലോ? വേണ്ട, എനിക്ക് തറയിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നതിനോടാണ് താല്പര്യം. എനിക്ക് പട്ട് മെത്തയൊന്നും എനിക്ക് അങ്ങനെ വേണ്ട. എന്നാൽ പിന്നെ നമുക്ക് കറങ്ങുന്ന കസേരയുടെ ഒരു നാടാ. ഇല്ല, എനിക്ക് ഷോൾഡറും തലവേദനയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കറങ്ങുന്ന കസേരയൊന്നും വേണ്ട. പിന്നെ എന്തോ കുന്തത്തിനാടാവുക ഇനി സ്വർഗത്തിലേക്ക് വന്നതെന്നല്ലേ ചോദിക്കൂ. കാരണം ഈ സ്വർഗത്തിലുള്ള ഇതൊന്നും എനിക്ക് വേണ്ട. പിന്നെ ചെറിയ മക്കളുണ്ട്, മക്കളെ നമുക്ക് സാറ്റി കളിച്ചാലോ, നമുക്ക് കണ്ണ് കെട്ടി കളിച്ചാലോ, നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊട്ടാൽ ഒരിക്കലും എനിക്ക് ആ കുഞ്ഞുങ്ങളോട് കാമം തോന്നില്ല. അത് ആൺകുട്ടിയാണെങ്കിലും ശരി, പെൺകുട്ടിയാണെങ്കിലും ശരി. ഈ 72 ഹൂറികളും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതല്ല.
സ്ഖലിക്കാത്ത ലിംഗമുള്ള ഒരു പുരുഷനെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളാണത്. അവർക്ക് എന്നെ കൊണ്ട് കൊടുത്തിട്ട് പഠിച്ചോനും അറിയാം അവർക്ക് എന്താണ് ആവശ്യമെന്ന്. എനിക്ക് അവിടെ ഒരു ഹൂറനെ കിട്ടത്തൂല്ല. മദ്യപ്പുഴ എന്റെ ബ്രാൻഡ് ഒന്നും പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. സോഡയും നാരങ്ങ വെള്ളവും ഉണ്ടോ എന്നും പറയില്ല, എന്റെ ടച്ചിങ്സ് ഉണ്ടോ എന്നും അറിയില്ല. ചിലപ്പോൾ നമുക്ക് ഇതിനൊന്ന് കള്ളു കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ പോലും കമ്പനിക്ക് ഈ മാറിടം കൊടുത്ത പെണ്ണുങ്ങളാണത്. ഈ പെണ്ണുങ്ങൾ ഇനിയിപ്പോ തുണിയിടാതെ വന്നിരുന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നും തോന്നത്തില്ല. പിന്നെ തേനിന്റെ പുഴ, പാലിന്റെ പുഴ. എന്തിനാണ് എനിക്ക് പാലിന്റെ പുഴയും തേനിന്റെ പുഴയും നാരങ്ങ വെള്ളത്തിന്റെ പുഴയും ഒക്കെ? ഞാൻ പാലിൽ കുളിക്കാറില്ല. ചിലപ്പോ ഒരു മനുഷ്യന് പാലിന്റെ പുഴ എന്തിനാ? ഒരു ഗ്ലാസ് പാലൊക്കെ അല്ലേ നമുക്ക് വേണ്ടു കുടിക്കാനും ഒക്കെ. പാലില് വേറെന്തു കാര്യമുള്ളത്? നാരങ്ങ വെള്ളം ഇല്ല, തേന് ചിലപ്പോ 1, 2, 3 കുപ്പി തേനോ നാരങ്ങ വെള്ളമോ പാലോ ഒക്കെ നമുക്ക് കുടിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലടേ. ഇനി തേനിനകത്ത് ചാടി, അത് കഴിഞ്ഞിട്ട് വന്ന് പാലിനകത്ത് ചാടി, അത് കഴിഞ്ഞിട്ട് വന്ന് മദ്യത്തിനകത്ത് ചാടി. അല്ല, എനിക്കറിയത്തില്ല കേട്ടോ, അറിയാത്തോണ്ട് ചോദിക്കാണ്. കള്ളു കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേനും പാലും ഒക്കെ കുടിച്ചാൽ അത് പിരിഞ്ഞു പോകുമോ? അതിന്റെ എഫക്റ്റ് പോകുമോ? ലഹരിയില്ലാത്ത കള്ളാണെന്നാണ് പറയുന്നത്. ശരി, ഇരിക്കട്ടെ. എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടാ. ഈ മാറിടത്തിന്റെ വലിപ്പവും മറ്റുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ അതിലേക്ക് മാടി മാടി വിളിക്കുമ്പോ ഭക്ഷണം, സെക്സ്, സുഖസൗകര്യങ്ങള്, സുന്ദരമായ ഉറക്കം, ആർമാദിക്കുക, ഇതല്ലാതെ വേറെ എന്താ ഉള്ളത്? ഈ കാലഘട്ടത്തില് ഷവർമ്മ ഉണ്ടാകുമെന്ന് പഠിച്ചവന് അറിയില്ലായിരുന്നു. കാരണം അത് വർമ്മയുടെ. പിന്നെ മന്തി ബിരിയാണിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അന്നില്ല. ആട്, പോത്ത്, ഒട്ടകം അന്നില്ലാത്തത് കൊണ്ട് ആ മേഖലയിലേക്ക് പഠിച്ചവൻ വന്നിട്ടില്ല. ഈ സ്വർഗത്തെ കുറിച്ചിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളെ. ഈ സ്വർഗത്തെ സംബന്ധിച്ച് അവിടത്തെ സുഖാനുഭൂതികളെ കുറിച്ചിട്ടാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പഠിപ്പിക്കപ്പെടുന്നത്. അവിടെ വെറും സുഖം മാത്രം അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാതെ പോയ ഒരു സ്നേഹമുണ്ട്. എൻ്റെ വാപ്പച്ചിയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. ചെറിയ പ്രായത്തിലേ മരിച്ചു. അപ്പച്ചി ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് ഈ തൊടയിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാതെ എനിക്കൊരു 11-12 വയസ്സൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വാപ്പച്ചി മരിച്ചു. എൻ്റെ വാപ്പച്ചി ഇല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും കടപ്പെട്ടിരിക്കുന്നതും എൻ്റെ ഉമ്മച്ചിയോടാണ്. എൻ്റെ ഉമ്മച്ചിയെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അത്രയ്ക്ക് എനിക്ക് എൻ്റെ ഉമ്മച്ചിയോടാണ് കടപ്പാടും സ്നേഹവും എല്ലാം. എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഇല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ കൂടപ്പിറപ്പുകളെയാണ്. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഞാനെന്ന് വെച്ചാൽ ജീവൻ. ഏറ്റവും ഇളയതായതുകൊണ്ടായിരിക്കും കുറച്ചൊരു വാത്സല്യം കൂടുതലാണ് എല്ലാവർക്കും. താത്തമാർക്കും താത്തമാരുടെ മക്കൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും അതുപോലെ എൻ്റെ സഹോദരന്മാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ്. അവരൊക്കെ ഇല്ലാതെ ഈ 72 മാറിടം തൊടുത്ത ഹൂറി പെണ്ണുങ്ങളുടെ കൂടെ എനിക്കെന്ത് സുഖം കിട്ടാനാ? എനിക്കെന്ത് സന്തോഷം കിട്ടാനാ? എന്ത് സമാധാനം കിട്ടാനാ? ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവില്ല. എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണികളായി കരളിൻ്റെ കഷ്ണമായി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കളില്ല. എന്ത് സ്വർഗമാണത്? പിന്നെ എനിക്കതൊരിക്കലും സ്വർഗമാകത്തില്ല. വിശപ്പില്ല, ദാഹമില്ല, മലമൂത്ര വിസർജനങ്ങളില്ല, മറ്റു യാതൊരു താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമില്ല. അങ്ങനത്തെ ഒരു സ്വർഗം. സിനിമയില്ല, പാട്ടില്ല, റീൽസ് ഇല്ല, മൊബൈൽ ഫോണില്ല, നാടകങ്ങളില്ല, ഒരു പാർക്കില്ല, ഒന്ന് പോകാൻ ഒന്നുമില്ല. അങ്ങനെ ഈ 6-ാം നൂറ്റാണ്ടിൻ്റെ സ്വർഗത്തിലേക്ക് പോയാൽ അവിടെ ആരുണ്ട്? പിന്നെ നരകത്തിൽ ഇങ്ങനെ ഇട്ട് കത്തിക്കുക, പൊരിച്ചടുക്കി വെക്കുക, എണ്ണയിലിട്ട് ഇങ്ങനെ കുളിപ്പിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വരട്ടി ഇങ്ങനെ എടുത്ത് വെക്കുക. അതാരെങ്കിലും തിന്നു? ഇല്ല. വീണ്ടും ആ വരട്ടി പാത്രത്തിലിരിക്കുന്ന ആളിന് ജീവനിടുക.
വീണ്ടും റോഡ് റോളറൊക്കെ വെച്ചിട്ട് തലയട്ടിച്ച് പൊട്ടിക്കുന്നു, പിന്നെയും ഇട്ട് പൊരിക്കുന്നു. വീണ്ടും അവരവിടെ കിടന്ന് നിലവിളിക്കുന്നത് കാണുമ്പോൾ പടച്ചോന് ഓ സൂപ്പർ, എത്ര നിലവിളി പടച്ചോൻ കേൾക്കും ഇങ്ങനെ ആണെങ്കിൽ. നരകത്തിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ ആസ്വദിക്കേണ്ടി വരും പടച്ചോന്. ഇനി നരകത്തിലേക്ക് പോയവന് സ്വർഗത്തിലേക്ക് വരണമെങ്കിൽ അവിടെയും സാഹചര്യങ്ങളുണ്ട് കേട്ടാ, നല്ല സാഹചര്യങ്ങളുണ്ട്. അള്ളാഹു ഇതൊക്കെ കൊടുത്ത് എണ്ണയിലിട്ടൊരു 10-100 തവണ വറുത്ത് പൊരിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അതിനോട് അങ്ങ് പൊരുത്തപ്പെടും. പടച്ചിനെ പെട്ടെന്ന് പൊരിക്കുക, എനിക്ക് കയറിയ പാത്രത്തിൽ ഇരിക്കാനുള്ളതാണെന്നല്ലേ പറയൂ. അങ്ങനെ പൊരിച്ചു കോരി നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. അവൻ വന്നിട്ടുണ്ട് പൊരിക്കാനേ, എന്നാ പിന്നെ റെഡി ആയിക്കോ, ഞാൻ റെഡിയാണ് പൊരിയാൻ, അങ്ങനെയല്ലേ പറയും. 1-2 ഒക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടി, ഈ കുട്ടി പഠിച്ചില്ല, അതല്ലെങ്കിൽ താമസിച്ചു വന്നു, എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചു, നമ്മൾ ഈ കുട്ടിയെ ശിക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? ഇനി ഒരിക്കലും അവൻ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. ഇവനെ ശിക്ഷിക്കുന്നതിലൂടെ മറ്റുള്ളവർ ഇത് കണ്ടൊന്ന് മനസ്സിലാക്കാൻ, ഇനി അത് ചെയ്യരുത്, ചെയ്താൽ അടി കിട്ടും. അല്ല, ഇപ്പൊ എന്നെ പോലെ കോടിക്കണക്കിന് ജനങ്ങളെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. എണ്ണ കുറെ വേണ്ടി വരും, തീയും കുറെ വേണ്ടി വരും, ആളുകളും കുറെ വേണ്ടി വരും, ഇരിക്കട്ടെ, സ്ഥലവും ഒത്തിരി വേണ്ടി വരും. കാരണം പൊരിച്ച് അടുക്കി വെക്കണ്ടേ. ഈ പൊരിച്ച് എടുക്കുന്നതിലൂടെ അള്ളാഹു എന്താണ് ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം? ഇനി ആരും തെറ്റ് ചെയ്യാതിരിക്കാനാ? അതോ പറഞ്ഞത് കേൾക്കാത്തതിന്റെ ദേഷ്യമാണോ? അള്ളാഹു പറഞ്ഞതാണ് ഭൂമിയിൽ നീ അങ്ങനെ പോണേടാ, ഇങ്ങനെ പോണേടാന്ന്. ഈ ഖുർആനും ഹദീസും അറിയാത്ത എത്ര ജനങ്ങളുണ്ട്. ഖുർആൻ ഇറങ്ങുന്നത് മുഹമ്മദ് നബിക്ക, അതിന് മുമ്പ് വരെയുള്ള ജനങ്ങൾ എന്തനുസരിച്ചാണ് ജീവിച്ചിരുന്നത്? അവരെ എങ്ങനെയാണ് ഇവര് ശിക്ഷിക്കുന്നത്? പടച്ചോന് അവർക്കും പടച്ചോൻ ശിക്ഷ ഏർപ്പാട് ചെയ്യണ്ടേ? അവരെ എങ്ങനെ ശിക്ഷിക്കും? അവരോട് പറഞ്ഞിട്ടില്ലല്ലോ, അവർക്കൊരു ടൈം ടേബിൾ നൽകിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിന്റെ നിയമാവലി അവർക്ക് നൽകാത്തിടത്തോളം കാലം അവരെ എങ്ങനെ ശിക്ഷിക്കും? മുസ്ലിങ്ങളില്ലാത്ത, ഖുർആനില്ലാത്ത എത്രയോ ലോകരാജ്യങ്ങളില്ലേ? അവരൊന്നും ഇത് പഠിച്ചിട്ടില്ലല്ലോ. ആദിവാസികൾക്കാരാ ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്, അവര് പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവരിതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെ ശിക്ഷിക്കും? ഇങ്ങനെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെ ഒരു ദിവസം ഒരു 100 വട്ടം വിചാരിച്ചോളൂ, പടച്ചോൻ വിചാരിച്ചോളൂ, അതിനൊക്കെ കഴിയും, സമ്മതിക്കുന്നു. ഇങ്ങനെ പൊരിച്ചു കോരിയെടുക്കുന്നു. കുറച്ചൊക്കെ കഴിയുമ്പോൾ പടച്ചോനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ? പൊരിച്ചത് മതിയടാന്ന് പറയില്ലേ? ഇതെല്ലാം ചെയ്തിട്ട് പിന്നീട് സ്വർഗത്തിൽ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? ആ സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാല് പടച്ചോന്റെ തീരുമാനമാണ്, സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടിടും. ശരി, ചോദിക്കട്ടെ, ഇനിയും നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും പടച്ചവന്റെ തീരുമാനപ്രകാരമല്ലേ നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചത്? നന്മയാണെങ്കിലും ശരി, തിന്മയാണെങ്കിലും ശരി, അള്ളാഹു നമ്മളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിധിച്ചു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചു മുന്നോട്ട് പോയത്. പിന്നെ എങ്ങനെയാണ് പടച്ചോന് നമ്മളെ ശിക്ഷിക്കാൻ പറ്റുന്നത്? അള്ളാഹു അറിയാതെ, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഞാൻ നന്മ ചെയ്താലും ഞാൻ തിന്മ ചെയ്താലും അത് പടച്ചവന്റെ തീരുമാന പ്രകാരമല്ലേ? പിന്നെ ഈ എണ്ണയിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് എന്താ ഇദ്ദേഹം അർത്ഥമാക്കുന്നത്? ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം? ഭോഗം മാത്രമാണ് ലക്ഷ്യം. ഇവിടെ നമസ്കരിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും നോമ്പ് പിടിക്കുന്നതും മര്യാദക്കാരനായിട്ട് കാപട്യക്കാരനായിട്ട് മലദ്വാർ ഗോൾഡിലൊക്കെ മുങ്ങി ജീവിക്കുന്നതും ഒക്കെ നാളെ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ശവഭോഗം മുതൽ, മൃഗഭോഗം മുതൽ, ഗുദഭോഗം മുതൽ, ശിശുഭോഗം മുതൽ ഭോഗത്തിനു മാത്രം പ്രാധാന്യം നൽകുന്നു ഈ ആശയങ്ങൾ, ഈ ദർശനങ്ങൾ
ഈ മതങ്ങൾ, ഇത് പഠിപ്പിക്കപ്പെടുന്ന ആലയങ്ങൾ, ഇതിനെയൊക്കെ വിമർശിക്കേണ്ടി വരില്ലേ? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1285 ഹദീസ്, നബിയുടെ പുത്രിമാരിൽ ഒരാളുടെ ശവസംസ്കാര ചടങ്ങ് ഞങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഖബറിൻ്റെ അരികിലിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അബൂ തുൽഹ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അബൂ തുൽഹയോട് ഖബറിൽ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവളുടെ കുഴിമാടത്തിലിറങ്ങി. ആലോചിച്ചാൽ മതി, എന്താണെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി. ഈ കാമഭ്രാന്തന്മാരായ അനുയായികളും അതിനേക്കാൾ മുട്ടി നിൽക്കുന്ന കാമഭ്രാന്തനായ ഒരു പ്രവാചകനും എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശവത്തോട് പോലും ഭോഗാസക്തി. ശവം എതിർക്കുക. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടാണോ അത് ചെയ്തത്, അതോ ഇഷ്ടപ്പെടാതെ പ്രവാചകൻ പറഞ്ഞതിൻ്റെ പേരിലാണോ ചെയ്തത്? ഇനി ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ് പറയുന്നത്. ഇനിയെങ്കിലും മനുഷ്യൻ ബോധവാന്മാരാകണം എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു മതേതര രാജ്യത്ത് വികലമായി പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ ആശയങ്ങൾക്കും ഈ ദർശനങ്ങൾക്കും എതിരെ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകും. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എതിർ ശബ്ദങ്ങളെ തെറിവിളികൾ കൊണ്ടും ലൈംഗിക അധിക്ഷേപങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും കൊലവിളികൾ കൊണ്ടും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒരു പക്ഷേ കൊന്നാലും കുഴിച്ചു മൂടിയാലും നിങ്ങൾ എത്ര വെറുത്താലും ശരി, കൊന്നു കളഞ്ഞാലും ഞാൻ ചിലപ്പോ ഇല്ലാതാകും. ഈ ചോദ്യങ്ങൾ അവശേഷിക്കും. ഇനി വരുന്ന ഒരു ജനത ഈ ചോദ്യങ്ങൾ ഏറ്റെടുക്കും. ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ കൊന്നൊടുക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എത്ര പേരെ കൊന്ന് നിങ്ങൾ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തും? എത്ര പേരെ കൊന്നിട്ട് നിങ്ങൾ ഈ ഇസ്ലാമിനെ വിമർശനങ്ങളിൽ നിന്നും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകും? ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഇതിന് മറുപടികളുണ്ടോ? ഈ തെറിവിളികളല്ലാതെ ഈ തെറി വിളിക്കുന്ന ആളുകൾക്ക് മതപരമായി പരിജ്ഞാനം കുറവാണ്. അവർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവർ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊന്നും കണ്ടിട്ട് പോലുമില്ല. ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടല്ല അവർ ഇസ്ലാമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവര് ശീലിച്ചു വന്നു, പാലിച്ചു പോന്നു. അവര് കേട്ടു, ഇംപ്ലിമെന്റ് ചെയ്തു, കേട്ടു, ഇംപ്ലിമെന്റ് ചെയ്തു, അടുത്ത ജനറേഷന് പകർന്നു കൊടുത്തു. ബുഖാരിയോ മുസ്ലിമോ ഇസ്ലാമിലെ മറ്റേതെങ്കിലും ഫത്ഹുൽ മുഈൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോ ഖുർആനിന്റെ പരിഭാഷയോ ഒരു തവണയെങ്കിലും സ്വന്തം ഭാഷയിൽ വായിക്കുന്നവർക്ക് എന്നെ തെറിവിളിക്കാൻ പറ്റില്ല. എന്നെ തെറിവിളിക്കാൻ പറ്റില്ല. ഈ അൻസിയ ജെയിംസ് ഒക്കെ ഈ ലാസ്റ്റ് ഭാഗത്ത് വന്നിട്ട് ചോദിക്കും എന്തുവാ പറയുന്നതെന്ന്. നിങ്ങളോട് എന്തുവാ ഞാൻ മറുപടി പറയേണ്ടത്? ഇതുവരെ ഈ 2 മണിക്കൂർ പറഞ്ഞത് മൊത്തം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തരണോ? കുറെ വാഴകൾ കയറി ഇങ്ങി വരും. എന്തുവാണ് ചോദിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. നിങ്ങൾ എന്തോ പറയുന്നതെന്ന് അവളോട് ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണോ? അത്രേ ഇതുവരെ പറഞ്ഞതല്ല. ഈ 2 മണിക്കൂർ അവളും കണ്ടുകൊണ്ടിരിക്കുക, 2 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവളുമാർക്ക് അടക്കം ആർക്കും പിടിക്കുന്നില്ല. കാരണം ഒരു മതവിഭാഗത്തെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് പിടിക്കുന്നില്ല. ഇതിനകത്ത് വന്ന് മെഴുകുന്ന ഈ തെറി പറയുന്ന കാക്കാമാരൊക്കെ മനസ്സിലാക്കണം. ആൻസി ജെയിംസ്, സോറി ചേച്ചി, വിവരമില്ലേ നിങ്ങൾക്ക്? ഈ 2 മണിക്കൂർ കൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത ഇപ്പൊ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇത് എന്തുവാ പറയുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഞാൻ തരേണ്ടത്? ഇതിന്റെ എല്ലാം സംക്ഷിപ്തമായ രൂപം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയണോ? ഇനിയും ഇത് കേൾക്കാനും സാഹചര്യങ്ങളുണ്ട്. ഈ ലൈവ് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇനി പിന്നീട് കേട്ട് മനസ്സിലാക്കാം.
അപ്പൊ ഇതിനകത്ത് വന്ന് തെറി പറയുന്ന ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കണം, ഇവർക്ക് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയില്ല. ഇവർ മനസ്സിലാക്കുന്ന ഇസ്ലാം അങ്ങനെയല്ല. ഇവർ മനസ്സിലാക്കുന്ന ഇസ്ലാമിൽ ഇത്തരം വസ്തുതകളൊന്നും തന്നെ ഇല്ല. ഇവർ കേട്ടു, ശീലിച്ചു, പാലിച്ചു, ഇംപ്ലിമെന്റ് ചെയ്തു കൊടുത്തു. ഇതിൽ കവിഞ്ഞ് ഇവരെ ഒന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഖുർആൻ ഒരാവർത്തി ഒരു സ്വന്തം ഭാഷയിൽ ഒന്ന് വായിച്ചാൽ എന്നെ ഒരാളും തെറി വിളിക്കില്ല. അതിന് തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടെങ്കിലല്ലേ ഇത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ. എന്താണ് പറയുന്നത്, എന്താണ് കേൾക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാനെങ്കിലും സാധിക്കണമെങ്കിൽ ഇവർക്ക് അത്രയെങ്കിലും അല്പം ഒരു വിവരം വേണ്ടേ, പരിജ്ഞാനമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈവ് ഇവിടെ ഏതാണ്ട് അവസാനിക്കാനായിട്ടുണ്ട്. അൻസിയ ജെയിംസ് സോറി, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതാണ്. കാരണം പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ എന്തോ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമായിപ്പോയി. ശരി, പോട്ടെ. അപ്പോൾ ഇവിടെ തെറി പറയുന്ന ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടും ഞാൻ പറഞ്ഞ വസ്തുതകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് അവർ തന്നെ മനസ്സിലാക്കും. കാരണം മുമ്പൊക്കെ എന്നെ തെറി പറഞ്ഞിരുന്ന പല ആളുകളും ഇന്ന് എൻ്റെ അനുയായികളാണ്. അതുപോലെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.